അനിമൽ. രചന സൂര്യകാന്തി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ജീപ്പ് തന്റെ ഹോട്ടൽ കടന്നു പോകവേ എന്നത്തെയും പോലെ നിരഞ്ജന്റെ നോട്ട് ഇങ്ങോട്ടൊന്ന് പാളി വീണ പോലെ പാറുവിന് തോന്നി. പാറുവിനെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. ഇങ്ങേരി ഇതാരെയും നോക്കുന്നു. പാറു പിറുപിറുത്തു. എന്താ സംശയം? ഈ ചേച്ചി തന്നെയാ. താഴെ നിന്നൊരു അശരീരി. പാറു താഴേക്കും നോക്കി. താഴെ പക്രവും നിരഞ്ജനെ നോക്കി നിൽക്കുകയാണ്. ഓ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ല പിന്നെ. എന്താ ഈ ചേച്ചി? ഞാൻ സ്വർഗത്തിൽ കട്ടുറുമ്പായോ? സ്വർഗത്തിലെയോ? പാറുവിനെ നെറ്റിയെന്ന് ചുളിഞ്ഞു. പിന്നല്ലാതെ എസ് ഐ സാറിന് ചെറിയ ആട്ടുണ്ടോന്ന് എനിക്കൊരു സംശയം. പക്രു എടുത്തു പറഞ്ഞു. അത് നീ വിചാരിക്കുന്ന പോലെയുള്ള ആട്ടം നല്ല ചെറുക്ക. ഈ യുദ്ധമൊന്നും ഇല്ലാത്തപ്പോൾ ട്രംപിനൊന്നും ഒരു അസ്വസ്ഥതയില്ലേ? അതാണിപ്പോൾ അങ്ങയുടെ അവസ്ഥ. എന്നെ മുന്നിൽ കിട്ടിയ ആ ചൊറിച്ചേനയുടെ ചൊറിച്ചിലൊന്നും മാറ്റാലോ, അതിനാ. ഒവ്വ്, അവസാനം അങ്ങേരെന്നെ കൊണ്ട് അളിയാന്ന് വിളിപ്പിക്കാൻ ഞാൻ മതി. പക്രു അർത്ഥം വെച്ച് പാറുവിനെ നോക്കി. ഈ അളിഞ്ഞ സാധനങ്ങളെയാണോ പക്രു അളിയാന്ന് വിളിക്കുന്നേ? കാർത്തുവാണോ? ആ, അങ്ങനെയും പറയാം. പാറു ചിരിയോടെ പറഞ്ഞു. ആ ഒരു മൂവരും കൂടെ തലങ്ങും വിലങ്ങും നിരഞ്ജന ട്രോളുന്നതിനിടെയാണ് രണ്ട് വലിയ ലോറി ചായക്കടക്കപ്പുറം വന്ന് നിർത്തിയത്. കാർത്തുവേ, ചായക്കുള്ള വെള്ളം വെച്ചോ, ഇങ്ങോട്ടാ. ലോറിയിൽ നിന്നിറങ്ങുന്ന ഡ്രൈവർമാരെ നോക്കിക്കൊണ്ട് പാറു വിളിച്ചു പറഞ്ഞു. അപ്പോഴേക്കും അവരിങ്ങ് കയറി വന്നിരുന്നു. അവരുടെ വരവോടെ കടയിൽ അന്തരീക്ഷം മാറി മറിഞ്ഞു. അവരുടെ ദീർഘദൂര യാത്ര സൂചിപ്പിക്കും വിധം ഡീസലിന്റെയും വിയർപ്പിന്റെയും റോഡിലെ പൊടിയുടെയും മണം കടയിൽ നിറഞ്ഞു. ഏറ്റവും മുന്നിൽ നടന്നയാൾ ഏകദേശം 40 വയസ്സ് പ്രായം തോന്നും. കഴുത്തിൽ ഓറഞ്ച് നിറത്തിലുള്ള ഒരു തോർത്തുമുണ്ട് ചുറ്റിയിരുന്നു. കൈമുട്ടുകൾ വരെ കയറ്റി വെച്ച കട്ടിയുള്ള ചെക്ക് ഷർട്ടിന്റെ കോളറിൽ റോഡിലെ പൊടിയുടെ കറുത്ത ചെളിപ്പാടുകൾ ഉണ്ടായിരുന്നു. അയാൾ കൗണ്ടറിനടുത്ത് വന്ന് തോളിലെ തോർത്തെടുത്ത് ഒരു വശം കൊണ്ട് കയ്യിലെ എണ്ണമയം തുടച്ചു. എന്താ ചേട്ടാ വേണ്ട? നേരത്തെ ഒരു ചിരിയോടെ പാറു ചോദിച്ചു. ചൂടുള്ള എന്തെങ്കിലും ആയിക്കോട്ടെ. അയാൾ പാറുവിന് അടിമുടിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ആ നോട്ടത്തിൽ തന്നെ പാറുവിന് വശിപ്പിച്ചൊക്കെ തോന്നി. കഴിക്കാനെന്താ? എന്താ ഉള്ളത്? രണ്ടാമനാണ്. ദേ ആ ചില്ലുകൂട്ടിയുള്ളു, നോക്കിയേട്ടാ. പാറും കൂടി വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ആ, എന്നാ ഇലയുടെ രണ്ടെണ്ണം എടുത്തോ. അയാൾ പറഞ്ഞപ്പോൾ പാറു വേഗത്തിൽ 2 പാത്രങ്ങളിലേക്ക് ഇലയുടെ ഇട്ടുകൊണ്ട് അവരുടെ മുന്നിലേക്ക് എടുത്തു വെച്ചു. അയാൾ അവളെ തന്നെ നോക്കിക്കൊണ്ട് അതിലൊരെണ്ണം എടുത്ത് കടിച്ചു. മധുരം കുറവാണല്ലോ വെച്ചേ. അയാൾ പാറുവിനെ നോക്കി. ഇല്ലല്ലോ ചേട്ടാ, അത്യാവശ്യം ശർക്കര ഇട്ടുണ്ടാക്കിയാണല്ലോ. പാറു സംശയത്തോടെ പറഞ്ഞു. ഏയ്, നിന്റെ അത്ര മധുരല്ലെന്നേ. അയാൾ വഷളം ചിരിയോടെ പറഞ്ഞു. ഒപ്പം അയാളോടൊപ്പം ഇരുന്നിരുന്ന മറ്റേ ഡ്രൈവർ ചിരിക്കൂടെ ചെയ്തു. പാറുവിന്റെ ചുണ്ട് പുച്ഛം കൊണ്ടൊന്ന് കൂടി. ഇതേപോലെ എത്ര നിരമ്പന്മാരെ കണ്ടിരിക്കുന്നു. പാറു മനസ്സിൽ ഓർക്കുകയും ചെയ്തു. ആവി പറക്കുന്ന ചായ അവൾ രണ്ടാളുടെ മുന്നിലേക്ക് നീക്കി വെച്ചു. ചൂടിച്ചിരി കൂടുതലാണേ ചേട്ടാ, അണ്ണാക്ക് കൊള്ളാതെ നോക്കിക്കോണേ. കനപ്പിച്ചൊന്ന് പറഞ്ഞുകൊണ്ട് പാറു തിരികെ വന്ന് കൗണ്ടറിൽ വന്നിരിക്കുകയും ചെയ്തു. ഇരുവരും കഴിച്ചു തീരുന്നവരെ മാറി മാറി വരുന്ന ആ വൃത്തിയേട്ട നോട്ടം തന്റെ മേൽ വന്ന് വീഴുന്ന് നോക്കാതെ തന്നെ പാറുവിന് അറിയുന്നുണ്ട്. കണ്ണുകൾ കൊണ്ട് ഭോഗിക്കാൻ കഴിയുമോ എന്ന് അവൾ അത്ഭുതപ്പെട്ടു പോയി. കാരണം അവരുടെ നോട്ടത്തിൽ ദേഹത്ത് പുഴുവരിക്കും വിധമാണ് അവൾക്ക് തോന്നുന്നത്. കഴിച്ചു കഴിഞ്ഞ് ഇരുവരും പാത്രം നീക്കി വെക്കുന്ന ശബ്ദം കേട്ടിട്ടും പാറു മുഖമുയർത്തിയില്ല. 85 രൂപ. ചായക്കും കടികൾക്കുള്ള പൈസ കൂട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു. അത്രേ മതിയോ? എല്ലാം കൂട്ടി തരട്ടെ വച്ചേ. നീ എന്തേലും കഴിച്ചു ഒന്നുകൂടെ അങ്ങ് മീനിങ്ങാ നോക്ക്. കച്ചവടം നടക്കണ്ടേ? ഇവിടുത്തെ കച്ചവടം ഞാൻ നടത്തിക്കോളാം ചേട്ടാ, നിങ്ങളതിൽ ഇടപെടണ്ട. പാറുവിന്റെ രൂക്ഷമായ നോട്ട അയാൾ തറഞ്ഞു. ഇടക്ക് നമ്മളെ കൂടി വിളിക്കടി വച്ചേ. നിന്നെ പോലെ സൗന്ദര്യമുള്ള പെണ്ണുങ്ങളെ കണ്ടിട്ടാ തന്നെ വലിയ പാടാ. അങ്ങേന്റെ വൃത്തിയായിട്ട് നാവ് ചലിക്കവേ പാറു ഒന്നും നോക്കാതെ അരികിലിരുന്നിരുന്ന മൺകൂജി എടുത്ത് അയാളുടെ തലയിലിട്ട് അങ്ങ് ഉടച്ചു. അയ്യോ എടി! അയാൾ നെറ്റിപൊട്ടി അലറി. ആ സബാഷ്. ഉള്ളിൽ നിന്ന് ശബ്ദം കേട്ട് ഓടിപ്പിടഞ്ഞു വന്ന കാർത്തു ആ കാഴ്ചയുടെ തലയിൽ കൈവച്ച് പറഞ്ഞുപോയി. എന്താണോ? എന്താ പ്രശ്നം? കടക്ക് ചുറ്റും ആൾക്കൂട്ടം കണ്ടിട്ടാണ് സ്റ്റേഷനിൽ നിന്ന് അശോകനും നിരഞ്ജന ഇറങ്ങി വന്ന്. പക്രവും കാർത്തോടെ നിൽപ്പുണ്ട്. മറ്റവളോട് ആ ഫൂലൻ ദേവി? നിരഞ്ജൻ ഉള്ളിൽ ചോദിച്ചുകൊണ്ട് സ്വല്പം വെപ്രാളത്തോടെ ചുറ്റും നോക്കി. കടയുടെ ഒരു അരികെ പറ്റി തലയും താഴ്ത്തി നിൽക്കുകയാണ് പാറു. ഇടയ്ക്കിടയ്ക്ക് ഇടം കണ്ടിട്ട് ഇങ്ങോട്ട് നോക്കുന്നുമുണ്ട്. എന്താണോ? എന്താ പ്രശ്നം? നിരഞ്ജൻ ആ ലോറിയുടെ നേരെ തിരിഞ്ഞു. അവളെന്റെ തല തല്ലി പൊളിച്ചു സാറേ. അയാൾ പാറുവിന് നേരെ വിരൽ ചൂണ്ടി. നിരഞ്ജൻ പാറുവിനെയും തറപ്പിച്ചു നോക്കി. ഇപ്പോഴും തല താഴ്ത്തി തന്നെയാണ് നിൽപ്പ്. എന്തൊരു നിഷ്കളങ്കത! അന്ന് തന്നെ മുഖത്ത് ചൂടുവെള്ളം വീശി ഒഴിച്ചപ്പോഴും അവൾക്ക് ഇതേ നിഷ്കളങ്കതയായിരുന്നു. ഓർത്തുപോയി നിരഞ്ജൻ. ഇങ്ങനെ എന്നെങ്ങനെ തറച്ചു വെച്ച് നോക്കുന്നു. പാറു തലയും താഴ്ത്തിന്ന് പതിയെ പിറുവിറുത്തു. ഈ ചേച്ചിയെ സ്റ്റേഷൻ കൊണ്ടുപോയിട്ട് ഏത് പോലീസ് മുറ ഉപയോഗിച്ച് ഇടിക്കണമെന്നായിരിക്കും മൂപ്പരിപ്പ് ആലോചിക്കുന്നേ. കാർത്തു പാറുവിന്റെ ചെവിയിൽ അടക്കം പറഞ്ഞു. അതിനു മാത്രം ഞാൻ എന്ത് ചെയ്തടി? പാറു ഞെട്ടലോടെ അവളെ നോക്കി. നിങ്ങളൊന്നും ചെയ്തില്ലേ മല്ലയ്യ? അങ്ങനെ തലവഴി ഒഴുകുന്ന ചോരയാ, അല്ല ടൊമാറ്റോ സോസ് അല്ല. കാർത്തു പാറുവിന് നോക്കി കണ്ണുരുട്ടി. ഒരുത്തന്നെ തലതല്ലി പൊട്ടിച്ച് ചേച്ചി അങ്ങനെ പുഷ്പാരായിട്ട് സ്വീകരിക്കുന്നു വിചാരിച്ചോ? പിന്നെ
അങ്ങനെ സ്റ്റേഷനിലോട്ട് തല്ലൂടി. കഴിഞ്ഞ വട്ടം ഞാൻ ഗുമ്മിനങ്ങ് പിടിച്ചു നിന്നേ ഉള്ളൂ. ഇപ്രാവശ്യം കൊണ്ട് കൂടത്തില്ല കേട്ടോ. ഒരു കമ്പനിക്ക് നീയും കൂടെ വരണേ. എന്തിന്? തല്ലി ഷെയർ ഇടാനാ? ആ അതെ അതെ. ദേ ചേച്ചിയെ പോയി, ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞേനെ. ആ മതയാനടുത്തേക്ക് എന്നെ പ്രതീക്ഷിക്കണ്ട. കാർത്തു കൈമലർത്തി. പാറു നെടിവീർപ്പോടെ നിരഞ്ജനെ തന്നെ നോക്കി. ഒരു ചെറിയ അയവുണ്ട് ആ മുഖത്ത്. സംശയമില്ലാതില്ല. ഇനിയിപ്പോ തോന്നാവോ? പാറുവിനെ സൂക്ഷ്മം നോക്കി. തന്റെ മുഖത്തെ ഭാഗങ്ങൾ സികഞ്ഞെടുക്കുന്നവളെ കാണെ നിരഞ്ജൻ അവൾക്ക് മുഖം കൊടുക്കാതെ തിരിഞ്ഞു നിന്നു. സാറേ, അവളെ ലോക്കപ്പിലാണ് സാറേ, ഞങ്ങൾക്ക് പരാതിയുണ്ട്. ലോറിയുടെ ഒരുമാരിൽ ഒരാൾ പറഞ്ഞു. അടി കിട്ടിയെന്ന് മാത്രമല്ലേ താൻ പറഞ്ഞുള്ളൂ, കിട്ടിയ അടി എന്തിനായിരുന്നു എന്ന് പറഞ്ഞില്ലല്ലോ. നിരഞ്ജൻ അയാളെ കൂർപ്പിച്ചെന്ന് നോക്കി. ആ നോട്ടത്തിൽ തന്നെ അയാളൊന്ന് പതറിപ്പോയി. അത് സാറേ. അയാളൊന്ന് വിക്കി. നിരഞ്ജൻ അവന്റെ കഴുത്തിലൂടെ കൈയിട്ട് ചേർത്തങ്ങ് പിടിച്ചു. പേരെന്തായിരുന്നു? അജയൻ. അയാൾ ഭയത്തോടെ നിരഞ്ജനെ നോക്കി. വിക്കുണ്ടോ? ഇല്ല. അത് പറയുമ്പോഴും വിക്കുണ്ടല്ലോ. അടിയുണ്ടിന് ശേഷം വന്നാ സാറേ. എന്ത് വിക്കോ? നിരഞ്ജൻ മുഖം ചിരിച്ച് പാറുവിനെ നോക്കി. പാറു 32 കൊല്ലം പുറത്ത് കാണിച്ചുകൊണ്ട് ചിരിച്ചു. ഒരടിക്ക് വിക്കുണ്ടാക്കാനൊക്കെ അപാര കഴിവ് വേണം. ഭയങ്കര. അതിനുള്ളിൽ പറഞ്ഞു. അജയ, കാര്യം പറ. ഞങ്ങളൊന്നും പറഞ്ഞില്ല, വെറുതെ തല്ലിയതാ. നോണയാ സാറേ, ഈ ചേച്ചിയോട് മോശമായി സംസാരിച്ചിട്ടാ ഈ ചേച്ചി തല്ലിയത്. കാർത്തു ഇടയിൽ കയറി പറഞ്ഞു. നിരഞ്ജനെ അയാളെ സൂക്ഷ്മം നോക്കി. അയാളുടെ മുഖം കള്ളത്തരമുള്ള പോലെ താഴ്ന്നു പോയി. താനിക്ക് വന്നേ. നിരഞ്ജൻ കൈ കാണിച്ച് കാർത്തുവിനെ വിളിച്ചു. എന്തൊക്കെ ഇയാൾ പറഞ്ഞേ? നിരഞ്ജൻ അല്പം മയത്തോടെ ചോദിച്ചപ്പോൾ കാർത്തുണ്ടായതെല്ലാം വള്ളിയും പുളിയും വിടാങ്ങ് പറഞ്ഞു കൊടുത്തു. കാർത്തു പറഞ്ഞിരുന്നപ്പോഴേക്കും നിരഞ്ജൻ അജയന് ഒരെണ്ണം കൈവീശി കൊടുത്തു കഴിഞ്ഞിരുന്നു. ആ ഒരൊറ്റടിയിൽ അജയൻ മണ്ണിൽ നിന്ന് തുടങ്ങിയിരുന്നു. ഇനി പരാതി വല്ലതും ബാക്കിയുണ്ടോ ചേട്ടാ? നിരഞ്ജൻ എടുത്തു ചോദിച്ചു. അയ്യോ ഇല്ല സാറേ, ഞങ്ങൾ പോയിക്കോളാം. മറ്റേയാൾ ഓടി വന്ന് അജയനെ താങ്ങിക്കൊണ്ട് പേടിയോടെ പറഞ്ഞു. എന്നാ ഈ കിട്ടിയത് ഇന്നത്തെ കൈനീട്ടായി കണ്ടാ മതി. രണ്ടാളും പോകാൻ നോക്ക്. നിരഞ്ജൻ കൈ കുടഞ്ഞുകൊണ്ട് പറഞ്ഞു. നിമിഷ നേരം കൊണ്ട് ആ ലോറിയും ലോറിക്കാരും അവിടുന്ന് പറന്നു. നിരഞ്ജൻ പതിയെ തിരിഞ്ഞു നോക്കി. ഇപ്പോഴും കുറ്റിയടിച്ച് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് മഹാകാളി. നീ ആര്? ഫൂലൻ ദേവിയോ? കണ്ണീ കാണുന്നവരെല്ലാം അടിച്ചിടാൻ? നിരഞ്ജൻ കണ്ണുരുട്ടി ചോദിച്ചു. ചിലപ്പോഴൊക്കെ. പാറു മറ്റെങ്ങോ നോക്കി മറുപടിയും പറഞ്ഞു. മോത്തേക്ക് നോക്കടി. നിരഞ്ജൻ ശബ്ദമുയർത്തി. പാറു തെന്നിത്തെറിച്ചൊരു നോട്ടം അവന്റെ നേരെ തൊടുത്തു വിട്ടു. ആ നോട്ടത്തിൽ നിരഞ്ജന്റെ ഹൃദയം രണ്ടിടി കൂടെ കൂടുതൽ മിടിച്ചു. ഇനി മേലാൽ നിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടല്ലോ, ചുരുട്ടിക്കൂട്ടി വല്ല ചാവറ്റോട്ടയിലും കൊണ്ടിട്ട് ഞാൻ പറഞ്ഞേക്കാം. ഞാനിങ്ങനെ വഴക്കുണ്ടാക്കിയ സാറിന് ഇപ്പൊ ലാഭമായില്ലേ? പാറു എടുത്തടിച്ച പോലെ ചോദിച്ചു. എനിക്ക് ലാഭമായെന്നോ? എങ്ങനെ? നിരഞ്ജന്റെ നെറ്റിലെ സംശയത്തിന്റെ വരകൾ. ഞാനിപ്പോ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടാണല്ലോ എന്നെ ഇപ്പൊ ശരിക്കും കാണാൻ പറ്റിയത്. പാറു വല്ലാത്തൊരു നോട്ടത്തോടെ പറഞ്ഞു. ആർക്ക്? നിരഞ്ജന നെറ്റി വിളിഞ്ഞു. സാറിന്. പാറു നിരഞ്ജന നെഞ്ചിലേക്ക് വിരൽച്ചുകൊണ്ടി. എനിക്കോ? നിന്നെ കാണാനോ? ഒന്ന് പോടി. നിരഞ്ജന്റെ മുഖത്ത് നിമിഷ നേരം കൊണ്ട് വിയർപ്പ് പൊടിഞ്ഞു. അല്ല പിന്നെ എന്നെ കാണാനല്ലേ രാവിലെയും വൈകുന്നേരം സാർ ഇങ്ങോട്ട് തന്നെ എത്തി വലിഞ്ഞ് നോക്കുന്നു. പാറു ശബ്ദം താഴ്ത്തി ചോദിച്ചു. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. സാറിന് വിക്കുണ്ടോ? ഉണ്ടെങ്കിൽ. നിരഞ്ജൻ കണ്ണുരിക്കോളം നോക്കി. അതിന് ഞാൻ തലക്കടിച്ചില്ലല്ലോ സാറേ. പാറുവിന്റെ ആ നിഷ്കളങ്ക മുഖം പുറത്തിയാടി. നിന്റെ അച്ഛനാടി വിക്ക്. നിരഞ്ജൻ പിറുപിറുത്തുകൊണ്ട് വേഗം വെട്ടിത്തിരിഞ്ഞ് നടന്നു. നിരഞ്ജന്റെ ആ പോക്ക് കണ്ടപ്പോൾ പാറുവിന് ചിരി പൊട്ടി. ആൾ കീഴ്ച്ചുകൊണ്ട് കടിച്ചു പിടിച്ച് ആ ചിരി ഒതുക്കുകയും ചെയ്തു. വല്ലാത്തൊരു മനുഷ്യൻ. പാറു ഉള്ളിലോർത്തുകൊണ്ട് അകത്തേക്ക് കടന്നു. പാറു അന്നേരത്തോടെ മറന്നുകളഞ്ഞെങ്കിലും നിരഞ്ജന്റെ ഉള്ളിൽ നിന്ന് അത് പോയില്ല. എന്തോ തന്റെ കള്ളത്തിൽ അവൾ കൈയോടെ പൊക്കിയൊരു തോന്നലാണ് അവനിപ്പോൾ. വീട്ടിൽ നിന്നിറങ്ങുമ്പോഴും തിരികെ വീട്ടിലേക്ക് പോകുമ്പോഴും ഒരു 100 വട്ടം മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കും ആ ചായക്കടയിലേക്ക് നോക്കരുതെന്ന്. എന്നാലോ അവിടെ എത്തുമ്പോൾ കൃത്യം അങ്ങോട്ട് തന്നെ നോട്ടം പോവുകയും ചെയ്യും. നിരഞ്ജൻ അറിയില്ല എന്തിനാണ് അവളെ കണ്ണുകൾ തിരയുന്നതെന്ന്, എത്ര ശാസിച്ചാലും എന്തിനാണ് മനസ്സ് അവളെപ്പറ്റി തന്നെ ചിന്തിക്കുന്നതെന്ന്. ഉറക്കമില്ലാതെ നടക്കുന്ന രാത്രിയിലെല്ലാം ജാനകി അമ്മാവനെ ഉപദേശിക്കും നാമം ജപിച്ച് കിടക്കാൻ. ദുസ്വപ്നം കാണാതിരിക്കാനാണത്രേ. 1-2 വട്ടം നിരഞ്ജൻ ഗതികേടുകൊണ്ട് അതുപോലെ ചെയ്തു നോക്കുകയും ചെയ്തു. എന്നിട്ടും കണ്ണടച്ചാലും കണ്ണു തുറന്നാലും കാണുന്ന ആ യക്ഷിയെ തന്നെ. ഇപ്പോഴും അവളെപ്പറ്റി തന്നെയാണ് ഓർക്കുന്നതെന്ന് ആലോചിക്കെ നിരഞ്ജൻ തലക്ക് കൈതാങ്ങി ഇരുന്നു പോയി. ഉള്ളിൽ ഉടലെടുക്കുന്ന വികാരം എന്താണെന്ന് SI സാറിന് അന്നേരം ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല. ഈയിടെയായി പുലർച്ചെ 3 മണി വരെ കട തുറന്നിരിക്കാറുള്ളതാണ് പാറു. രാത്രി ഓട്ടം പോകുന്നവരൊക്കെ ഒരു കാലി ചായ കുടിക്കാനെങ്കിലും കയറും. എങ്ങനെയാണെങ്കിലും ഒരു 500 രൂപക്കെടുത്ത് ചായ തന്നെ വിറ്റുപോകും, പൊരിക്കടികൾ വേറെയും. പക്ഷേ രാവിലെ തന്നെ ഉണ്ടായിരുന്ന തടിപിടിയും വഴക്കെല്ലാം കാരണം രാത്രി ഒരു ഉഷാറിലായിരുന്നു മൂവർക്കും.
അതുകൊണ്ട് തന്നെ നേരത്തെ കടയടച്ച് അന്നത്തെ കളക്ഷൻ എണ്ണി തിട്ടപ്പെടുത്തിയെടുക്കാനിരുന്നു പാറു. പക്രുവിനും കാർത്തുവിനും ആവശ്യത്തിനേറെ പഠിക്കാനുണ്ട്. ഒരമണിക്കൂർ വീണ് കിട്ടിയാൽ പോലും രണ്ടും ബുക്ക് എടുത്തു വെച്ചിരുന്ന് പഠിക്കും. രണ്ടാൾക്കും ആ കാര്യത്തിൽ വലിയ ഉത്സാഹമാണ്. അത് അവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ ഇച്ചേച്ചി കൂടെ വേണ്ടിയാണ്. അവരൊന്ന് കരപറ്റിയാൽ ഈ ലോകത്തെ ഏറ്റവും സന്തോഷിക്കുന്ന അവരുടെ ഇച്ചേച്ചി തന്നെ ആയിരിക്കുന്നവർക്ക് തീർച്ചയാണ്. പാറു അന്നത്തെ പണം തിട്ടപ്പെടുത്തി ആ മേശോലിപ്പിലേക്ക് തന്നെ വെച്ചു. സിങ്കിൽ കുറച്ചുകൂടെ പാത്രം കൂടെ കഴുകാനുണ്ടായിരുന്നു. ചായ ഗ്ലാസുകൾ ഓരോന്നായി കഴുകിയെടുത്ത് വെള്ളം വാരാൻ കമിഴ്ത്തി വെച്ചു. പിറ്റേന്തേക്ക് വേണ്ട കുറച്ച് പച്ചക്കറികൾ അരിഞ്ഞു വെച്ചു. അതെല്ലാം കഴിഞ്ഞ് അടുക്കള ഭാഗവും ഒതുക്കി പാറു വന്നപ്പോഴേക്കും രണ്ടാളും മത്സരിച്ച് ഉറക്കം തൂങ്ങുന്നുണ്ട്. കുഞ്ഞ എഴുന്നേറ്റ് കിടക്കാൻ നോക്ക്, ബാക്കി നാളെ പഠിക്കാം. പാറു പക്രുവിന്റെ ചുമൽ കൈ കൊണ്ട് തട്ടി വിളിച്ചു. പക്രുവും കാർത്തു ഒരുപോലെ നടുവ് നിവർത്തി ബുക്ക് മടക്കി വെച്ച് എഴുന്നേറ്റു. പാറു അപ്പോഴേക്കും ഒരു ബെഞ്ച് നീക്കിയിട്ട് അവിടെ തന്നെ ഒരു പായ വിരിച്ചിരുന്നു. ഇടിയും മഴയുമുള്ള ദിവസം അവരങ്ങനെ ഒരുമിച്ചാണ് കിടക്കാറ്. കാർത്തുവിനും പക്രുവിനും ഇടിയുമിന്നിലും പേടിയാണ്. അച്ഛനെയും അമ്മയെയും അവർക്ക് നഷ്ടപ്പെട്ട അന്നത്തെ രാത്രിയും വല്ലാത്ത മഴയായിരുന്നു. അന്ന് പെയ്യാൻ തുടങ്ങിയ ആ മഴ ഇന്നേ വരെ അവരുടെ ഉള്ളിൽ നിന്ന് തോറും തുടങ്ങിയിട്ടില്ലെന്നാണ് യാഥാർത്ഥ്യം. പാറുവിനും പേടിയായിരുന്നു അതൊക്കെ. പക്ഷെ അവൾ ജിത്തുവിന്റെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായി ഒഴിഞ്ഞു പോന്ന ആ ദിവസവും തോരാത്ത മഴയായിരുന്നു. അന്നാണ് അവൾ കാർന്നവരാദ്യമായി കണ്ടത്, കാർന്നവരുടെ കൂടെ ഈ നാട്ടിലേക്ക് പോകുന്നത്. കാർത്തുവിനെയും പക്രുവിനെയും അവൾക്ക് അനിയനുമായി കിട്ടിയതും. രണ്ടാമതൊരു ജീവിതം കെട്ടിപ്പടുത്തത് ഒരു പെരുമഴക്കാലത്തായതുകൊണ്ടായിരിക്കും അവൾ ആ മഴക്കാലത്തെ സ്നേഹിച്ചു തുടങ്ങിയത്. പതിയെ പാറുന്ന് ഉറക്കം പിടിച്ചു വന്നതാണ്. അന്നേരമാണ് ആരോ തട്ടി വിളിക്കും പോലെ തോന്നിയത്. ഈ ചേച്ചി ഉറങ്ങിയോ? കാർത്തോടെ അരിയിലേക്ക് പതിയെ നീങ്ങിക്കിടന്നോണ്ട് ചോദിച്ചു. എന്താ പെണ്ണെ? ഉറക്കച്ചടവോടെ പാതിമിഴികൾ വലിച്ചുറന്ന് പാറു ചോദിച്ചു. ഈ ചേച്ചി പെട്രോൾ മണക്കുന്നുണ്ടോ? അത് ചോദിച്ച പക്ഷെ പക്രുവാണ്. പാറു സംശയത്തോടൊന്ന് ശ്വാസം ആഞ്ഞു വലിച്ചു. ഉണ്ട്, നന്നായിട്ടുണ്ട്. ഈ ചേച്ചി അവിടെ ആരുണ്ട്? ജനലിനപ്പുറം ആരുടെയോ നിഴലനങ്ങുന്ന കാണെ കാർത്തു വിക്കി വിക്കി പറഞ്ഞു. മൂവരൊരുപോലെ ചാടി എഴുന്നേറ്റു. പുറത്തുനിന്ന് എന്തൊക്കെയോ മുരളലുകൾ. നിന്നെയൊക്കെ കൂട്ടത്തോടെ ഇതിനുള്ളിലിട്ട് കത്തിച്ച് കാണിച്ചരാടി പൊന്നോര മക്കളെ. പുറത്തുനിന്ന് വരുന്ന ശബ്ദം ഇന്ന് വന്ന ലോറി ഡ്രൈവർമാരിൽ ഒരാളുടേതാണ് തിരിച്ചറിയാൻ പാറുവിനധികം സമയം വേണ്ടി വന്നില്ല. ഈ ചേച്ചി പേടിയാവുന്ന ചേച്ചി. കാർത്തും പക്രും ഒരുപോലെ അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. പേടിക്കാതെ, ഈ ചേച്ചിയില്ലേ കൂടെ. പാറു അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് വേഗത്തിൽ തലയിണക്കരികിൽ വെച്ചിരുന്ന് തന്റെ ഫോൺ എടുത്തു. അപ്പോഴേക്ക് ആ ജനൽ ചില്ലകൾ പൊട്ടിത്തകർന്നിരുന്നു. ആ പൊട്ടിയ ചില്ലകൾക്കിടയിലൂടെ മൂവരും തുറിച്ചു നോക്കി. കയ്യിൽ വലിയൊരു ഇരുമ്പോടിയെ നിൽക്കുകയാണ് ഇന്ന് കാലത്തേണ്ട ആ മനുഷ്യൻ. മനുഷ്യനാണോ? അല്ല, പിശാച്. ഇരുട്ടിൽ വികൃതമായി ചിരിച്ചു നിൽക്കുന്ന ആ രൂപത്തിന് മനുഷ്യന്റെ വിദൂര സാദൃശ്യം പോലുമില്ലെന്ന് തോന്നി മൂവർക്കും. ആർക്കാണ് നീ ഫോൺ വിളിക്കുന്നേ? നിന്റെ എസ് ഐക്കോ? നീ ചില്ലറക്കാരിയൊന്നുമല്ലല്ലോടി. ഒരു എസ് ഐയെ വല വീശി പിടിച്ചു വെച്ചേക്കുമല്ലേ? ഇനി ആരൊക്കെ ഉണ്ടടി നിന്റെ പറ്റുകാര്? മന്ത്രിമാരെ കൊണ്ടോടി പറടി പുഞ്ഞാര മോളെ. ഈ ചേച്ചി അശോകേട്ട് വിളിക്ക്, കാർത്തു എപ്രാളത്തോടെ പറഞ്ഞു. ഡേ മോളെ, ആ ഫോണിൽ നിന്ന് ഈ വിരല് തൊട്ടാ ഇവിടെ ഇട്ട് കത്തിക്കുകയാ ചെയ്യാൻ. ലോറിക്ക് വളയം പിടിക്കുന്നതിന് മുന്നേ ഞാൻ പിടിച്ചു തുടങ്ങിയത് നല്ല പിച്ചാത്തിയാ. ഒരുപാടെണ്ണത്തിന്റെ കഴുത്തറുത്തിട്ടുണ്ട് ഈ കൈ കൊണ്ട്. എല്ലാം നിർത്തി ലോറി ഓടിച്ച് ജീവിക്കാന്ന് കരുതിയപ്പോ നീയൊക്കെ ഇങ്ങോട്ട് കയറി ഉണ്ടാക്കാൻ വന്നതല്ലേ? എന്താ നിങ്ങൾക്ക് വേണ്ടത്? അശോകനെ വിളിക്കാവുന്ന ശ്രമം പാറു ഉപേക്ഷിച്ചു. അത് അപകടമാണെന്ന് അവൾക്ക് തോന്നി തുടങ്ങിയിരുന്നു. നീ ഇറങ്ങി വാ. വന്ന ആ രണ്ടെണ്ണത്തിന് ആയുസിട്ട് തരാം, ഇല്ലെങ്കിൽ മൂന്നെണ്ണത്തിനെ ഒരുമിച്ച് കാത്തിക്കും ഞാൻ. അജയന്റെ മുരൾച്ച ശക്തമായപ്പോൾ പാറു രണ്ടും കൽപ്പിച്ച് വാതിലിനരിയിലേക്ക് നടന്നു. ഇച്ചേച്ചി വേണ്ട. കാത്തും പക്രുവോളം വാതിൽ തുറക്കാനയക്കാതെ പിടിച്ചു വെക്കാൻ ശ്രമിച്ചു. പക്ഷെ പാറു അവരെ തട്ടിമാറ്റിക്കൊണ്ട് ആ തടിവാതിലിനരികിലായി വെച്ചിരുന്ന വെട്ടിയെത്തി വലം കയ്യിലെടുത്തു. അതോടൊപ്പം അവൾ കുറ്റി നീക്കി ആ വാതിൽ തുറക്കുകയും ചെയ്തു. കൂറ്റിയിട്ടാണ് പുറത്ത്. കാർത്തു ഞൊടിയിൽ പുറത്തെ വെട്ടം തെളിയിച്ചു. പുറത്തെ മഞ്ഞ ബൾബിന്റെ പ്രകാശത്തിൽ അവർ അജയനെ കണ്ടു. ചുവന്ന കണ്ണുകൾ കൊണ്ട് തങ്ങളെ തുറിച്ചു വെച്ച് നോക്കി നിൽക്കുന്ന അജയനെ. ഒപ്പം അയാളുടെ സഹായിയുമുണ്ട്. അജയനൊരടി മുന്നോട്ട് വെച്ചപ്പോഴേക്കും പാറു ചീറിക്കൊണ്ട് അജയനെ ആഞ്ഞു വെട്ടാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ രാവിലെ കണ്ട അജയനല്ലായിരുന്നു അന്നേരം പാറുവിന്റെ മുമ്പിൽ നിന്നിരുന്നത്. അയാളുടെ മട്ടും ഭാവമെല്ലാം മാറിയിരിക്കുന്നു. അയാളുടെ ഉള്ളിലുള്ള മൃഗം ഉണർന്നിരിക്കുന്നു. അയാൾ നിമിഷ നേരം കൊണ്ട് ആളുടെ കൈയുള്ള വെട്ടുകത്തി തട്ടിയെറിഞ്ഞിരുന്നു. ഒപ്പം അവിടെ മുടിക്കുത്തിന് പിടിച്ച് ആ കടയിലേക്ക് തന്നെ വലിച്ച് കയറ്റിയിരുന്നു. ആ രണ്ടെണ്ണത്തിനെയും പിടിച്ച് ഉള്ളിലേക്ക് ഇട്ടോ, പുറത്തേക്ക് വേണ്ട, അയാൾ സായിയോട് ഉറക്കി വിളിച്ചു പറഞ്ഞു. നിമിഷ നേരം കൊണ്ട് അയാൾ അജയൻ പറഞ്ഞ പോലെ കാർത്തുവിനെയും പക്രുവിനെയും കടയിലേക്ക് വലിച്ചിട്ടിരുന്നു. ഒപ്പം അയാളും കയറി ആ വാതിൽ കൊട്ടിയടച്ചു. ഈ നേരം നിരഞ്ജൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു. പാറു തന്നെയാണ് അന്നും സ്വപ്നത്തിൽ. ചുവന്ന കണ്ണുകളും കൂർത്ത നഖങ്ങളും അഴിഞ്ഞുളഞ്ഞ മുടിയും പുറത്തേക്ക് തള്ളിയ ഉളിപ്പല്ലുകളുമായി നിൽക്കുന്ന പാറു.
നീ വെറുതെ സ്വപ്നത്തിൽ വന്നാൽ പോലും ഞാൻ പേടിക്കുന്നുണ്ടല്ലോ. പിന്നെന്തിനാടേ ഈ ഫാൻസി ഡ്രസ് മത്സരത്തിലുള്ള ഒരു ഒരുങ്ങിയിറങ്ങി എന്റെ സ്വപ്നത്തിൽ വലിഞ്ഞേറി വരുന്ന ദ്രോഹി. നിരഞ്ജൻ തലവഴി പുതപ്പൊലിച്ചിട്ടുകൊണ്ട് പിറുവിറുത്തു. ആ പൂട്ടിയിട്ട തടിവാതിലിനരികിൽ നിൽക്കുമ്പോൾ നിരഞ്ജന് വല്ലാത്തൊരു ഭയം വന്ന് മൂടുന്നുണ്ടായിരുന്നു. ഉറക്കത്തിൽ പിന്നെ ഒരു സ്വപ്നം കണ്ടപ്പോഴാണ് നിരഞ്ജൻ എഴുന്നേറ്റിങ് പോകുന്നത്. ആ സ്വപ്നത്തിൽ അവള് തന്നെയായിരുന്നു. പക്ഷെ വേദനിച്ച് നിലവിളിക്കുന്ന പാർവിനെയാണ് അന്നേരം നിരഞ്ജൻ സ്വപ്നം കണ്ടത്. രാവിലെ ആ ലോറിക്കാരും അവൾ തമ്മിൽ നടന്ന പ്രശ്നങ്ങളും അവരുടെ പകമായാത്ത മുഖവുമെല്ലാം ഓർമ്മ വന്നപ്പോൾ നിരഞ്ജന് കിടന്നിട്ട് ഉറക്കം വന്നില്ലെന്നാണ് സത്യം. പാർവിന്റെ കടയുടെ മുമ്പിലെത്തിയപ്പോൾ അവന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഭയം രണ്ടിരട്ടിയാവുകയാണ് ചെയ്ത്. ഇന്ന് കാലത്ത് കണ്ട അതേ ലോറി പുറത്ത് കിടപ്പുണ്ട്. പുറത്ത് പെരും മഴയാണ് പെയ്യുന്നത്. എന്നിട്ട് എവിടെ നിൽക്കിയോ മൂക്കിലേക്ക് പെട്രോളിന്റെ മണം അടിച്ചു കയറുന്ന പോലെ തോന്നി നിരഞ്ജനാകെ വെപ്രാളമായി. അവൻ ആ തടിവാതിൽ തുടരെ മുട്ടി. ഇതുവരെ ഒരു കാര്യത്തിലും തോന്നാത്തത്ര പേടിയും വെപ്രാളവും അവനിൽ നിറഞ്ഞു. പൊടുന്നതിന് ആ മരവാതിൽ മലർക്കെ തുറന്നു. ആരന്റെ വെളിച്ചത്തിൽ മുന്നിൽ നിൽക്കുന്നവളെ നിരഞ്ജൻ കണ്ടു. കാർത്തുവാണ്. നിരഞ്ജനെ കണ്ടപ്പോൾ അവളുടെ മുഖം പിന്നെയും വെപ്രാളവും ഭയം കൊണ്ട് മൂടി. നിരഞ്ജൻ അവളെ സംശയത്തോടെ നോക്കി. നിന്റെ ചേച്ചിയോടെ? നിരഞ്ജൻ ചോദിക്കുന്നതിനപ്പോൾ ഉള്ളിലേക്കൊന്ന് എത്തിച്ചു നോക്കുകയും ചെയ്തു. തൊട്ടടുത്ത നിമിഷം കാർത്തു നിരഞ്ജന്റെ കാലിലേക്ക് വീണിരുന്നു. ഏയ്, എന്താ ഇത്? നിരഞ്ജന്റെ അടി മാറിയിരുന്നു. എന്റെ ചേച്ചിയെ ജയിലിടല്ലേ, അവരെ ഇങ്ങോട്ട് പ്രശ്നത്തിന് വന്ന് ചേച്ചിയെ ഉപദ്രവിക്കാൻ നോക്കിയുണ്ട ചേച്ചി അവര്. കാർത്തു പാതി പറഞ്ഞിരുത്തിക്കൊണ്ട് കരച്ചിലിന്റെ ആ കൊന്നൂടെ കൂട്ടി. നിരഞ്ജൻ അന്തം വിട്ട് നിന്നുപോയി. മാറിടി അങ്ങോട്ട്, കൊന്നോ ഒറ്റകൾ നിന്റെ ചേച്ചി? ചോദിക്കുന്നതിനൊപ്പം തന്നെ കാർത്തുവിനും അറിയണമെന്ന് നിരഞ്ജൻ ഉള്ളിലേക്ക് കയറിയിരുന്നു. ആദ്യത്തെ കാഴ്ച കാണാൻ നിരഞ്ജൻ തലക്ക് കൈവച്ചിരുന്നു പോയി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.